ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചീര വറുത്ത കറിയാക്കുന്നുണ്ടേ. വറവില്ലേ, ചീര, നമ്മളെ കാസർഗോട്ടാറ് ചീര വറവ്, അത് ഞാൻ ആക്കുന്നുണ്ടത്. അത് എങ്ങനെ ആക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും വെക്കുന്നുണ്ടാവും, ആർക്കും ചീര കറി വെക്കാൻ അറിയാത്തുണ്ടാവില്ല. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നവാ. അത് എങ്ങനെയെന്ന് നോക്കാം. പിന്നെ ബസള, ചീര, മുരിങ്ങച്ചപ്പ്, പിന്നെ ഈ ചപ്പലക്കറിയെല്ലാം നമ്മൾ തോരനാക്കിയിട്ട് വെക്കുന്നല്ലേ. ഇത് ചാറ് വാക്കലുണ്ട്. ചീര കൊമ്പെല്ലാം ഇട്ടിട്ട് വേള ഇതെല്ലാം ഇട്ടിട്ട് ചാറാക്കുന്നു. ചില ആൾ മുതിര ഇട്ടിട്ട് ചാറാക്കുന്നു. ഇങ്ങനെല്ലാം ചാറാക്കുന്നല്ലേ. അപ്പം ഞാൻ ഈ ചീര വറവ് ആക്കിനത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിലേ ലൈക്കാക്കാൻ മറക്കണ്ട. നിങ്ങൾ ഈ രീതിയിൽ തന്നെ വെക്കുന്ന ഇങ്ങനെയാ ഈ വീഡിയോ കണ്ട പിന്നെ കമൻ്റ് ആക്കണോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടില്ല, ചുവന്ന ചീര ഉണ്ടല്ലോ, ചുവന്ന ചീര എടുക്കുക, പച്ച ചീര എടുക്കുക. ഇപ്പം ഞങ്ങൾക്ക് ചുവന്ന ചീര കിട്ടിയിട്ടുണ്ടായി, നല്ല ഉണ്ടായി. ഇലയെല്ലാം എന്തും ആയിട്ടില്ല. ഇത് എല്ലാം ഞങ്ങൾക്ക് പൊതു തോന്നിട്ടെല്ലാം നമുക്ക് വെടുക്കായിട്ടെല്ലാം കിട്ടല്ലേ. ഇത് നല്ല ചീരയാണ്, നല്ല ഇലയെല്ലാം നല്ല ഉണ്ടായി. അങ്ങനെ ഞാനതെല്ലാം മുറിച്ചിട്ടെടുത്ത്, കുറേ ഉണ്ടായി, അതിനെല്ലാം മുറിച്ചിട്ടെടുത്ത്. അപ്പോൾ ഇതെല്ലാം ഒരു തന്നെ നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ലെങ്കിലേ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും കഴിക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടെടുത്തിട്ട് ഇതെല്ലാം കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തണ്ടില്ല, കൊമ്പ്, അതിൻ്റെ കൊമ്പുണ്ടല്ലോ, കൊമ്പിനെ ചെറിയ ചെറിയ കൊമ്പിനെല്ലാം ഇല്ല, അളുത്ത് കൊമ്പിനെല്ലാം ഞാൻ ഇതിലേക്ക് തന്നെ മുറിച്ചിട്ടിട്ടിന്. പിന്നെ ബാക്കിയുണ്ട കൊമ്പെല്ലാം ഞാൻ ചാടി, വലുതുണ്ടത് വളഞ്ഞതെല്ലാം ഞാൻ ചാടീന്. ഇപ്പോൾ അളുത്തുള്ളതെല്ലാം ഇതിലേക്ക് മുറിച്ചിട്ടിട്ടിന്. ഇപ്പോൾ ഇത് നല്ല പാങ്ങല കൈയിട്ടെടുത്തിന്. ഇതില്ല, ഇതിൽ പൊയ്യ ഉണ്ടാകുന്നു, ഈ ചീരയിൽ പൊയ്യ ഉണ്ടാകുന്നില്ലേ, ആ പൊയ്യെല്ലാം നല്ല പാങ്ങല കൈയിട്ട് കുറേ പ്രാവശ്യം കൈയിട്ടെടുക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് എന്താക്കണോ, ചീരനെ ഫസ്റ്റ് കവ്വണം, കൈയിട്ട് പൊയ്യാനെല്ലാം എടുത്തിട്ടായിട്ട് ചീര മുറിക്കണോ. അപ്പോൾ അങ്ങനെ പൊയ്യ ഉണ്ടാകുന്നില്ല. നല്ല പാങ്ങല ഞാൻ കൈയിട്ടെല്ലാം എടുത്തിട്ടായിട്ട് ഇനി കറി വെക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ, ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ ഇല്ലേ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടായിട്ട് വന്നിന് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടാകുമ്പോൾ ഇല്ലേ, ചില ആൾ കടു ഇട്ടിട്ട് കൊടുക്കുന്നില്ല, കഴിക്കുന്ന നെല്ലിയിട്ടില്ലേ കടു ഇടുന്നില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് കടു ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് കടു ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ എണ്ണ എല്ലാം ചൂടായിട്ട് വന്നിന് ഒരു സ്പൂണ് ഞാൻ കടു ഇട്ടിട്ട് കൊടുക്കുന്നത്. കടു എല്ലാം പൊട്ടിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് കൊടുക്കാം. വെള്ളുള്ളിയില്ലേ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞങ്ങളിവിടെ വെള്ളുള്ളി എന്ന് ചൊല്ലും കാസർഗോട്ടാറ്, അതിനിട്ടിട്ട് കൊടുത്ത്. പിന്നെ എന്നിട്ട് കുറച്ച് കറിച്ചപ്പല, അത് കുറച്ച് മൊരിഞ്ഞിട്ട് വരുമ്പോൾ ഇല്ലേ കുറച്ച് കറിച്ചപ്പല ഇട്ടിട്ട് കൊടുക്കുക. കറിച്ചപ്പല ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടിട്ടായിട്ട് കുറച്ച് നേരം ഇളക്കിയിട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ ഇതിലേക്ക് ഞാനില്ലേ മുളക് ഇടുന്നുണ്ട്. മുളകില്ലെങ്കിൽ നമ്മളെ നാടൻ മുളക് ഉണ്ടല്ലോ, കറിക്കെല്ലാം അരക്കാനിടുന്ന മുളക് ഇടുന്നുണ്ട്. ഓരോരാൾ ഇതില്ല മുളകിൻ്റെ പൊടിയിൽ ഇന്നെ വെക്കുന്നു, പച്ചമുളകിൽ തന്നെ വെക്കുന്നു. ഇപ്പം ഞാൻ പച്ചമുളകും മുളകും രണ്ട് മിക്സ് ആക്കിയിട്ട് ഇടുന്നത്. ഈ മുളക് ഇഷ്ടമുണ്ടവർ മാത്രം ഇട്ടാൽ മതി. ഇതിട്ടിട്ടാകുമ്പോൾ ഇല്ല കുറച്ച് സ്വാദ് കൂടുന്നു ഈ കറിക്ക്. ഈ മുളക് ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല മൊരിഞ്ഞിട്ട് വരണം. ഈ മുളക് ഇത് നല്ല മൊരിഞ്ഞിട്ട് വരുമ്പോൾ ഇല്ലേ ഒരു നല്ല മണവും ഇതെല്ലാം വരുന്നു. ഈ ഉണക്ക മുളകല്ലേ നല്ല മൊരിഞ്ഞിട്ട് ഇതിൽ എണ്ണയിൽ മൊരിഞ്ഞിട്ട് വരുമ്പോൾ നല്ലൊരു മണമെല്ലാം വരുന്നു. എന്നിട്ടായിട്ട് ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മുളക് ഇട്ട് പച്ചമുളക് ഇട്ട് രണ്ടും ഇട്ടിന്. ഇനി കൈയിട്ട് വെച്ച ചീര ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ചീര ഉണ്ട്, ഇതിന് ഞാനൊരു വലിയ ചട്ടി തന്നെ എടുത്തിന്. ഇപ്പോൾ പാൻ എടുത്തിട്ട് വെച്ചിനെങ്കിലേ ഫ്രൈ പാനെല്ലാം വെച്ചിനെങ്കിൽ ഇതിൽ പിടിക്കാലോ. ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് പിടിക്കുന്നില്ലല്ലോ, പയ്യല്ലോ അത് കുറച്ചായിട്ട് വരുന്ന. ഇപ്പോൾ ഇത് ഇതിൽ നിറച്ചുമായിട്ടുണ്ട്.
അത് തളിച്ചിട്ടാകുമ്പോൾ കുറച്ചായിട്ട് കിട്ടീന് നമുക്ക്. ഇപ്പം ഞാൻ ഇത് വലിയൊരു ചട്ടി തന്നെ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പിടുമ്പോൾ എല്ലാം നല്ല പാങ്ങല ശ്രദ്ധിക്കണം. ഉപ്പില്ലേ ഇതിൽ കയറാനൊന്നും കഴിയല, കുറച്ചിട്ടിട്ട് കൊടുക്കണം ഉപ്പ്. ഇങ്ങനത്തെ ചീരക്കറിക്ക് ഇങ്ങനത്തെ കറിക്കെല്ലാം ഇല്ലേ ഉപ്പ് കുറച്ച് ഏറിപ്പോയെങ്കിലേ നമുക്കത് എന്തിനാവേല. കുറഞ്ഞെങ്കും പ്രശ്നമില്ല, കൂടി പോകാൻ കഴിയല. അതായത് ഞാനിപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. തേഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഫസ്റ്റ് തന്നെ കുറേ ഇട്ടിട്ട് കൊടുക്കാൻ കഴിയല. കുറേ ചീര എല്ലാം ഇതിൽ ഉണ്ട് നെല്ലിയിട്ടില്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പിട്ടിട്ട് കൊടുക്കും. ബയ്യാകുമ്പോൾ ഇല്ലേ ഇത് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചായിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ അത് ഉപ്പും ഏറിയിട്ടുണ്ടാവും നമുക്ക്. അതിനെ കൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണം ഫസ്റ്റ് തന്നെ. നല്ല വാങ്ങൽ ശ്രദ്ധിക്കണം. ഫസ്റ്റ് കുറച്ച് നേരം മൂടിയിട്ട് വെക്കണം. അപ്പോൾ ഇതെല്ലാം വെന്തിട്ട് വരുമ്പോൾ ഇല്ലേ ഇത് താണിട്ടുണ്ടാവുക. ഇപ്പം നിറച്ചുണ്ടായിട്ടില്ലേ ഇതിൽ, ഇപ്പോൾ ഇതാ കുറച്ചായില്ലേ. ഇത് നല്ല വെന്തിട്ടില്ല, ഒന്നെങ്കിലും വെള്ളമെല്ലാം കുറച്ച് പറ്റിയിട്ടാകുമ്പോൾ ഇത് കുറച്ച് താണിട്ട് വന്നിന്. ഇനി ഇതിലേക്കില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇട്ടിട്ട് കൊടുത്തത്. ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലോണം കുഴക്കാൻ കഴിയല. ഇത് ചീരാകുമ്പോൾ ഇല്ലേ കുഴഞ്ഞിട്ട് പോന്ന്. ഇതിനെ കൊണ്ട് കുറച്ച് നേരം മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിൽ മിക്സ് ആക്കുന്നത് വരെ ഇളക്കിയിട്ടെടുത്താൽ മതി. ചെറുതായിട്ട് ഇളക്കിയിട്ടെടുത്താൽ മതി, നല്ലോണം ഇളക്കിയിട്ടെടുക്കണ്ട. ഇനി കുറച്ച് നേരം മൂടിയിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ തേങ്ങ ഇട്ടിട്ടായിട്ടില്ലേ ഇതിനെ മൂടിയിട്ട് വെക്കണ്ട. പറ്റത് കുഴഞ്ഞിട്ടില്ലേ നമുക്ക് ഒരു ചണ്ടി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങ ഇട്ട പിന്നെ ഇല്ലേ മൂടിയിട്ട് വെക്കാത്ത ഉണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നു. വെള്ളമെല്ലാം പറ്റിയിട്ടില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നു നമുക്ക്. ഇനി തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ചീരനാട്ടി ജാസ്തി തേങ്ങ ഇടാൻ കഴിയല. ഇപ്പോൾ തേങ്ങ അങ്ങനല്ല, നമ്മൾ പിന്നെ കുറച്ച് ജാസ്തി ഇടും. ഇപ്പോൾ ചീര കുറേ ഉണ്ട് നെല്ലിയിട്ട് നമ്മൾ കുറച്ച് ജാസ്തി തന്നെ തേങ്ങ ഇടും. അപ്പോൾ ഈ ചീര വറ്റിയിട്ട് വരുമ്പോൾ കുറച്ചല്ല എന്നാൽ അപ്പോൾ തേങ്ങ ജാസ്തിയും ചീര കുറവാവും. അതിനെ കൊണ്ടില്ല എപ്പോഴും തേങ്ങ കുറച്ചിടണം ചീരക്ക്. അപ്പോൾ ചീരൻ്റെ ഇതന്നെ നമുക്ക് കിട്ടണോ ഫ്ലേവർ തന്നെ. ഇപ്പം അല്ലെങ്കിൽ തേങ്ങൻ്റെ ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം ഇങ്ങനത്തെ ഇലക്കറിയെല്ലാം വറവാക്കുന്നില്ല, അപ്പോൾ തേങ്ങ കുറച്ചിട്ടിട്ട് ഈ ചീര ഇപ്പോൾ പിന്നെ മുരിങ്ങച്ചപ്പ് ബസളെല്ലാം ഉണ്ടാകുന്നില്ലേ അതെല്ലാം കുറച്ച് ജാസ്തി തന്നെ ഇട്ടിട്ട് തേങ്ങ കുറച്ചിട്ട് ഇടാൻ നോക്കണം എപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ചീരൻ്റെ. അപ്പോൾ ഇതെല്ലാം ഞാൻ തേങ്ങ ഇട്ടിട്ടായിട്ട് മൂടാല വെച്ചിട്ട് ഇതിലേക്ക് മുട്ട ഇട്ടിട്ടും ചെയ്യുന്നു, അരിപ്പൊടി ഇട്ടിട്ടും ചെയ്യുന്നു. ഞാൻ മുട്ട ഇട്ടിട്ടും ചെയ്തിന്, അരിപ്പൊടി ഇട്ടിട്ടും ചെയ്തിന്, എല്ലാം ചെയ്തിട്ട് നോക്കിന്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെ. ഇങ്ങനെയും നല്ല ടേസ്റ്റ് തന്നെ. ഓരോരാൾക്ക് അരിപ്പൊടി ഇട്ടത് അത്ര ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ അരിപ്പൊടി ഇട്ടതൊന്നും ഇഷ്ടമില്ലാത്തവരെല്ലാം ഉണ്ടായി. അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചത്. പിന്നെ മുട്ട ഇട്ടിട്ട് വെച്ചെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇത് കുറച്ച് വെന്തിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 മുട്ട ഇട്ടിട്ട് ചിള്ളി കൊടുത്താൽ മതി. നല്ലതാണ് മുട്ട ഇട്ടതും. പിന്നെ അരിപ്പൊടി ഇടുന്നില്ലെങ്കിൽ കുറച്ച് അരി എടുത്തിട്ട് വറുക്കണം. വറുത്തിട്ടായിട്ട് അതിനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടായിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നത്. അതും നല്ല ഉണ്ടാകുന്നു ചീരക്കറി. എല്ലാവരും ഇങ്ങനെ വെക്കുന്ന അങ്ങനെ ആ രീതിയിൽ വെച്ചിന എല്ലാം കമൻ്റ് ആക്കണം. ഓരോരാൾ കമൻറ്റിലൂടെ പറയുന്നില്ല, പിന്നെ വാട്സപ്പിൽ ഇതിലെല്ലാം മെസ്സേജ് ഇട്ടിട്ട് പറയുന്നത് നല്ല ഉണ്ട് ഇങ്ങുണ്ട്. എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം എങ്ങനെ ഉണ്ട് എന്നല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും ഇല്ല പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമോ എല്ലാം കമൻ്റ് ആക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.